ഒരു വാഹനം ഇറങ്ങി വരുവാണെങ്കിൽ സ്ഥലപരിമിതി ഒത്തിരിയുണ്ട്. കൊട്ടിയൂർ ഉത്സവം തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇന്ന് പ്രൈം വിഷൻ എത്തി നിൽക്കുന്നത് കൊട്ടിയൂർ മാനന്തവാടി റൂട്ടിലുള്ള റോഡിലാണ്. ഈ റോഡിന് വീതി കുറവ് എന്നുള്ളത് മാത്രമല്ല, ശോചനീയാവസ്ഥയും പരിശോധിക്കേണ്ടത് തന്നെയാണ്. കൊട്ടിയൂർ ഉത്സവത്തിനോടനുബന്ധിച്ച് 10,000-കണക്കിന് ആളുകളാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഈ ഒരു അവസ്ഥയാണെങ്കിൽ ഉത്സവം തുടങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് പരിശോധിക്കേണ്ടി തന്നെ നിൽക്കുന്നു. അധികൃതർ കണ്ണടയ്ക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് പരിശോധിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകണം. മണ്ണും മനസ്സും പ്രാർത്ഥനാ നിർഭരമാകുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം അടുത്തിരിക്കെ പാൽച്ചുരം പാതയുടെ പരിതസ്ഥിതി തീർത്ഥാടകർക്കും യാത്രക്കാർക്കും വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്ന ഈ മലയോര പാത ഉത്സവകാലത്ത് ലക്ഷക്കണക്കിന് ഭക്തർക്ക് ആശ്രയിക്കേണ്ടി വരുന്ന പ്രധാന കവാടമാണ്. കണ്ണൂർ വയനാട് മേഖലകളിൽ നിന്നുള്ള ഭക്തർ ദക്ഷിണകാശിയായ കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്തുന്നത് ഈ ചുരം വഴിയാണ്. എന്നാൽ തീർത്ഥാടക പ്രവാഹം അനസ്യൂതമാണെങ്കിലും സംരക്ഷണ പദ്ധതികൾ ഒന്നും തന്നെ ഇവിടെ പ്രാവർത്തികമാകാത്തത് യാത്രക്കാരെ ഏറെ ദുരിതത്തിലാക്കുന്നു. എന്താ റോഡിന്റെ അവസ്ഥ എങ്ങനെയാ തോന്നുന്നത്? റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. കാരണം നമ്മളിതിൽ ഇറങ്ങി വരുമ്പോൾ ഒരു വാഹനം അങ്ങോട്ട് കയറുമ്പോൾ ഒരു വാഹനം ഇറങ്ങി വരുവാണെങ്കിൽ സ്ഥലപരിമിതി ഒത്തിരിയുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളും. ഇപ്പൊ കൊട്ടിയൂർ ഉത്സവം വരാൻ പോവാണ്. കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആ ഒരു അവസ്ഥയും കൂടെ വരുന്ന സമയത്ത് നല്ല പ്രയാസം ഉണ്ടാവാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായിട്ടും. റോഡിന്റെ ശോചനീയാവസ്ഥയും റോഡിന്റെ അവസ്ഥ തന്നെയാണ് മോശം. മറ്റു പ്രശ്നങ്ങൾ വേറെ ഒന്നും അങ്ങനെ തോന്നുന്നില്ല. റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. കാരണം ഇത്രയും വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു വീതിയോ അല്ലെങ്കിൽ റോഡ് വളരെ മോശമായി കിടക്കുന്നു. ഉത്സവം പുരോഗമിക്കുമ്പോൾ കാലവർഷം കൂടി എത്തുന്നതോടെ മണ്ണിടിച്ചിൽ സാധ്യതയും അപകട ഭീഷണിയും ഇരട്ടിയാകുന്നത് ഇവിടെ പതിവ് കാഴ്ചയാണ്. വലിയ വാഹനങ്ങൾ ചുരത്തിൽ കുടുങ്ങിയാൽ മണിക്കൂറുകളോളം നീളുന്ന ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. കൂടാതെ കാലവർഷത്തിന്റെ കടുംപെയ്ത്തിൽ ചുരത്തിലെ പാർശ്വഭിത്തികൾ ഇടിയുന്നതും ഇത് നിമിത്തം മണ്ണും പാറയുമടക്കം റോഡിൽ വന്നു നിറഞ്ഞ് ഇതുവഴിയുള്ള സഞ്ചാരത്തിന് തടസ്സം തീർക്കുന്നതും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കുണ്ടും കുഴിയും നിറഞ്ഞ് വീതി കുറഞ്ഞ് അരികുകൾ ഇടിഞ്ഞു താഴ്ന്ന പാൽച്ചുരം പാതയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്തുകയോ ബദൽ മാർഗ സാധ്യതകൾ ആലോചിക്കുകയോ ചെയ്തില്ലെങ്കിൽ മരണക്കെണിയായി ഈ ചുരംപാത മാറിയേക്കാം. ഉത്സവകാലത്തിന് മുൻപായി കുഴികൾ അടച്ച് റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കി 24 മണിക്കൂറും ട്രാഫിക് കൺട്രോൾ ഉറപ്പുവരുത്തി വളണ്ടിയർമാരുടെയും പ്രത്യേക സ്ക്വാഡുകളുടെയും സേവനം ഉറപ്പുവരുത്തുന്നത് ഏറെക്കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായേക്കാം. കൊട്ടിയൂർ മാനന്തവാടി റോഡിന്റെ ഇന്നത്തെ അവസ്ഥ ഇതാണെങ്കിൽ വരുന്ന ഉത്സവ നാളുകളിലെ തിരക്കുകൂടി അടുക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയും. മുൻവർഷങ്ങളിൽ ഗതാഗത കുരുക്ക് കാരണം ആംബുലൻസുകൾ വരെ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട അവസ്ഥ നാം കണ്ടതാണ്. അതേ ദുസ്സഹമായ അവസ്ഥയിലേക്ക് തന്നെയാണ് വീണ്ടും ഇത് കടന്നുപോകുന്നത്. ക്യാമറ പേഴ്സൺ അനൂപ് പ്രജീഷിനോടൊപ്പം രശ്മിത, പ്രൈം വിഷൻ ന്യൂസ് ഇരട്ടി.